ദൂരദർശൻ്റെ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഈ മുഖാമുഖ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിൻ്റെ പല സങ്കീർണാവസ്ഥകളിലും നമുക്ക് അപാരമായ ആശ്വാസവും ആനന്ദവും തരുന്നത് കലകൾ തന്നെയാണ്. കലകൾക്ക് അതിന് വലിയൊരു പങ്കാണ് വഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു കലാസിദ്ധിയായാലും അത് സംഗീതമാകട്ടെ, ചിത്രരചനയാകട്ടെ, അഭിനയമാകട്ടെ, എന്തു തന്നെയായാലും അത് സ്വായത്തമായിട്ടുള്ള ഏതൊരു കലാകാരനും ആദരവ് അർഹിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒന്നിൽ കൂടുതൽ കലാസിദ്ധികളിൽ ശോഭിക്കുന്നവരുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ലല്ലോ. അക്കൂട്ടത്തിൽ പെടുന്ന അഭിനയം, സംഗീതം, സാഹിത്യം, അതുപോലെ തന്നെ ചിത്രരചന, ഈ വക എല്ലാ കലകളും സ്വായത്തമായിട്ടുള്ള, അതിനൊക്കെ ഉപരിയായി അക്ഷരവര എന്നുള്ള ഒരു നൂതനമായ ചിത്രമെഴുത്ത് സങ്കേതം തുടങ്ങി വെച്ചുകൊണ്ട് ചിത്രരചനാരംഗത്തെ വിപ്ലവം തന്നെ സൃഷ്ടിക്കാനും ഇടയായിട്ടുള്ള ഒരു ബഹുമുഖ കലാപ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായി നമുക്ക് കിട്ടിയിട്ടുള്ളത്, ശ്രീ വിജയൻ മന്നോത്ത്. ശ്രീ വിജയൻ, താങ്കൾക്ക് സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഒരു നടനാണ്, ഒരു ഗായകനാണ്, ഒരു നല്ല ചിത്രകലാകാരനാണ്, അഭിനയവും താങ്കൾക്ക് വശമാണ്. ഇതിനൊക്കെ പുറമെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ അക്ഷരവര എന്നുള്ള നൂതനമായിട്ടുള്ള ഒരു ചിത്രമെഴുത്ത് സങ്കേതത്തിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള വിശേഷണം. ഒരു പക്ഷേ അതായിരിക്കും താങ്കളുടെ എല്ലാ വിശേഷണങ്ങളുടെയും പൊന്തൂലാകുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ താങ്കൾ ഈയിടയ്ക്ക് എഴുതിയിട്ടുള്ള വേഷപ്പകർച്ചകൾ എന്നുള്ള ഈ പുസ്തകം വഴി താങ്കൾ ഒരു നല്ല എഴുത്തുകാരനാണെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ താങ്കൾ കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 37 വർഷക്കാലമായിട്ട് താങ്കൾ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഒപ്പത്തിനൊപ്പമായിരുന്നു ഈ കലാസപര്യ. ഇന്ന് പൂർവാധികം ഊർജ്ജസ്വലതയോടെയാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് താങ്കളുടെ ജീവിതയാത്രയുടെ പ്രഥമ ഘട്ടത്തിലേക്ക് തന്നെ ആദ്യം മടങ്ങാം. എങ്ങനെയായിരുന്നു താങ്കളുടെ യാത്രയുടെ തുടക്കം? ഞാൻ വടകര ആണ് എൻ്റെ സ്വന്തം സ്വദേശം. വടകര വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നല്ല കലാകാരന്മാരായിരുന്നു. എൻ്റെ അമ്മാവനൊക്കെ നാടക അഭിനയത്തിലും പാട്ടിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഈ പാട്ട്, ചിത്രം വര, അഭിനയം, ഇതിലൊക്കെ നല്ല താല്പര്യമായിരുന്നു. ഈ താല്പര്യം വളരെ ചെറുപ്പത്തിലെ തുടർച്ചയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ആദ്യം ജോലി കിട്ടുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു കൽപ്പന തിയേറ്റേഴ്സ് എന്ന ഒരു തിയേറ്റേഴ്സ് ഞങ്ങളുടെ നാട്ടിൽ 1972 സ്വന്തമായിട്ട് സ്ഥാപിച്ചതാണ്. അങ്ങനെ അവിടെ നിന്നോട്ട് നാടകം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് ഇവിടെ കൊണ്ട് നടക്കുകയാണ്. പക്ഷെ താങ്കൾ ആകാശവാണിയിൽ എത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ആകാശവാണിയിൽ എത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ 1972 ഞാൻ രൂപകൽപ്പന ചെയ്ത കൽപ്പന തിയേറ്റേഴ്സിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള പശ്ചാത്തല സംഗീതം അതൊക്കെ ഒരുക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ അവിടെ അങ്ങനത്തെ വലിയ സ്കോപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കോഴിക്കോട് ആകാശവാണിയിലുള്ള കലാകാരന്മാരൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ അവിടെ വരുന്ന സമയത്ത് ആകാശവാണി എന്ന് പറയുന്നത് എനിക്കൊരു വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിനൊക്കെ സുകുമാരൻ മാസ്റ്ററൊക്കെ ഇപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കൂടുതൽ പരിചയപ്പെടണമെന്നും എങ്ങനെയെങ്കിലും ഒന്ന് ആകാശവാണിയിലെത്തി കിട്ടിയാൽ എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി വിപുലപ്പെടുത്താമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ആകാശവാണിയിൽ വരാൻ തോന്നിയ അനുഭവത്തിൻ്റെ തുടക്കം. അങ്ങനെ ആകാശവാണിയിൽ ഭാഗ്യത്തിന് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ തുടങ്ങിയത് 1972 ആ സമയത്ത് ഭാഗ്യത്തിന് എനിക്ക് ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത സമയത്ത് സെലക്ഷൻ കിട്ടി. അതെൻ്റെ ഒരു വലിയൊരു ജീവിതത്തിൻ്റെ വഴിത്തിരിവായി തന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ കാണുകയാണ്. ശരി, അങ്ങനെ വടകരയിൽ നിന്ന് ശ്രീ വിജയൻ വടനാട്ടിലെത്തുന്നു അല്ലേ? ഒരുപാട് സ്ഥലങ്ങൾ താങ്കൾ സന്ദർശിച്ചിട്ടുണ്ട്, ജോലി സംബന്ധമായിട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഒരു അവസ്ഥകൾ, അതായത് ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ വളരെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളായിരുന്നു. താങ്കൾക്ക് ആ കാലത്തെ ജീവിതത്തിൽ എന്തെങ്കിലും രസങ്ങളും രസക്കേടുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? രസക്കേടെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുന്ന സമയത്തും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഒരു പുതുതായിട്ടൊരു സ്ഥലത്ത് ജോലിക്ക് ചെന്ന് ചേരുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റങ്ങളും പലതും പഠിക്കാനുണ്ടാകും. ആ പഠിപ്പൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനും അനുകരിക്കാനൊക്കെ തന്നെ പറ്റുന്ന വകകളായിരിക്കും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് കാര്യം അതാണ്. ഒരു പുതിയതായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് ആ നാട്ടിൽ നമുക്ക് ഭാഷ തന്നെ അപരിചിതമായ ഭാഷ ആയിരിക്കും. ആ ഭാഷയിൽ ഓരോ വാക്കിനും എങ്ങനെ പറയണം എന്നൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. ആ മാറ്റം കിട്ടി ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെയും അതുപോലെ തന്നെ ഒരു പുതിയ ഒരു പശ്ചാത്തലം വരും.
അവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, അവിടുത്തെ ആൾക്കാരുമായി വളരെ സഹകരിച്ച് പ്രവർത്തിക്കുക, അതെല്ലൊരു വലിയ അനുഭവമാണ്. അത് സാധാരണ ഒരുപക്ഷെ ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരന് കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിൽ കൂടി കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലത്തെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അതാണ് ഞാൻ ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ചില വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ താങ്കൾക്ക്, ഇല്ലേ? വിപരീതമായ അനുഭവം മാത്രമേ എനിക്ക് അധികം ഉണ്ടായിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനത്തെ ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നിയത് തന്നെ. അതുപോലെ തന്നെ ഒരു അനുഭവം വന്നുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പലരുമായി പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പുസ്തക രചന തന്നെ നടത്തണം എന്ന് എനിക്ക് തോന്നാൻ കാരണം. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുൻപ് താങ്കൾ ഒരു നല്ല സംഘാടകനായിരുന്നു എന്ന് എനിക്ക് ഈ പുസ്തകം വഴി മനസ്സിലായിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മറുനാട്ടിലെത്തുന്ന മലയാളികൾക്ക് സംഘടിക്കാനുള്ളൊരു വാഞ്ച, ഒരു വല്ലാത്തൊരു മോഹം ഉണ്ടാവും. ഒരു പക്ഷേ അത് നാട്ടിൽ നിന്ന് അകലുന്തോറും മനസ്സിൽ കുടിയേറുന്ന അരക്ഷിതാവസ്ഥയായിരിക്കാം കാരണം. പക്ഷെ ഒരു സംഘാടകനാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. താങ്കൾക്ക് ഇത് എങ്ങനെ സാധിച്ചു? അത് സംഘാടകൻ ഞാൻ ആയിത്തീരണം എന്നുള്ളത് എൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ സംഘടിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു വശമാണല്ലോ. ആകാശവാണിയിൽ ജോലി കിട്ടിയതിന് ശേഷം തന്നെ ഞാൻ രാജ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഒരു മലയാളി സമാജം ഉണ്ടാക്കണം, ഏത് സ്ഥലത്ത് പോയാലും ഒരു മലയാളി സമാജം, മലയാളി സംഘടന സ്വന്തം ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കണമെന്നും ഉള്ള സ്ഥലത്തിന് അന്ന് കുറച്ചുകൂടി നന്നാക്കി പ്രവർത്തിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഈ ജോലി തിരക്കിലടക്കം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ രാജ്കോട്ടിലെത്തുന്ന സമയത്ത് അവിടെ മലയാളി സമാജം എന്ന് പറയുന്നൊരു സാധനം, കേരള സമാജം എന്ന് പറയുന്ന വേറെ രണ്ട് സംഗതികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇവരെ രണ്ടുപേരെയും കൂട്ടി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് 1974 സംഭവമാണ് ഞാൻ പറയുന്നത്. 74 അവിടെ പോയി എല്ലാവരെയും സംഘടിപ്പിക്കണം തോന്നുന്ന സമയത്ത് ആരും സംഘടിക്കുന്ന ലക്ഷണം അവിടെ കണ്ടില്ല. ആ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് കൈരളി ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ കൈരളി ഗുജറാത്തിൻ്റെ ആദ്യത്തെ രംഗ അവതരണം തന്നെ എൻ്റെ ഭാര്യയും കൂട്ടിച്ചേർത്തിട്ട് ഞാനൊരു നാടകം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. താങ്കൾ സൈക്കിളിൽ പോയി ആൾക്കാരെ സംഘടിപ്പിച്ചു എന്നൊക്കെ പുസ്തകം പറയുന്നുണ്ട്. അത് തന്നെയാണ് ചെയ്തത്. അക്കാലത്തൊക്കെ മോട്ടോർ ബൈക്കൊന്നും ആർക്കും ഇല്ലാത്ത കാലത്ത് തന്നെ സൈക്കിൾ വാടക എടുത്ത് ഓരോരോ മലയാളിയുടെ വീട്ടിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സംഘടന ഇങ്ങനെ രൂപീകരിച്ചിട്ടുണ്ട്. കൈരളി ഗുജറാത്ത് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ കൈരളി ഗുജറാത്തിലുള്ള കേരളക്കാർ ഉണ്ടാക്കിയൊരു സംഘടന പോലെ. അപ്പോൾ അതിൽ സ്ത്രീകൾ അഭിനയിക്കുക എന്നുള്ളത് അവിടെ ആരും സ്ത്രീകളെ കിട്ടാറില്ലായിരുന്നു. ആ സമയത്ത് ഒരു സ്ത്രീയെ രംഗത്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ ഭാര്യയെ ആ നാടകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം സ്ത്രീകൾ അഭിനയിച്ചൊരു നാടകം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ അഭിനയിച്ച നാടകം. അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണഗതിയിൽ കലാവേദികളിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുക അങ്ങനെ ഒരു പ്രവണതയാണ് സാധാരണ കാണാറുള്ളത്. സ്വന്തം ഭാര്യത്തിനെ വേദിയിലേക്ക് കൊണ്ടുവന്ന് മാതൃക കാട്ടിയത് നന്നായി. അത് ചെറുപ്പത്തിലെ നാടക അഭിനയത്തിന് വേണ്ടി സ്ത്രീകളെ കിട്ടാത്ത കാലത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യ ആ രംഗത്ത് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെ നാടകം അഭിനയിച്ച് കണ്ടതിന് ശേഷമാണ് ഈ എല്ലാ സമാജക്കാരും കൂടെ ചേർന്ന് ഞങ്ങളവിടെ വേറൊരു മലയാളി ടെക്നിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ച് അത് വളരെ നല്ല രീതിയിൽ ഒരുപാട് നാടകങ്ങൾ ഞങ്ങളവിടെ അവതരിപ്പിച്ചു, ഗാനമേള അവതരിപ്പിച്ചു. അങ്ങനെ 4 വർഷം ഞാൻ അന്ന് രാജ്കോട്ട്, അഹമ്മദാബാദ്, ബറോഡ, ഭുജ് അങ്ങനെ 4 സ്റ്റേഷൻ ഗുജറാത്ത് സ്റ്റേറ്റിലുള്ള എല്ലാ ആകാശവാണി കേന്ദ്രങ്ങളും എൻ്റെ കീഴിൽ തന്നെയായിരുന്നു. ആ സമയത്തും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി നാടക അവതരണം, ഓണാഘോഷം, വിഷു ആഘോഷം ഒക്കെ, ക്രിസ്മസ് ആഘോഷം ഒക്കെ വളരെ ഗംഭീരമായി നടത്തി. ഞങ്ങൾ ഏത് സ്ഥലത്ത് രസകരമായിട്ടുള്ളൊരു അനുഭവം പറയാൻ പറ്റുമോ ഇപ്പോൾ അങ്ങനെ ഉള്ളൊരു? ആ രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് നാടകം അഭിനയിക്കാൻ വേണ്ടി ഒരു സ്ത്രീ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ നടക്കുന്ന സമയത്ത് അവിടുന്ന് എല്ലാവരും പറഞ്ഞത് എന്നോട് അവിടെ ഒരു സൈമൺ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു റെയിൽവേ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ സൈമണാണ് സാധാരണ സ്ത്രീവേഷം കെട്ടാറെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എനിക്ക് അയാളൊന്ന് കാണുന്ന ഭയങ്കര ആഗ്രഹം. കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ പോലെ ഉണ്ടോ എന്നുള്ള ഒരു തോന്നലുണ്ടായി എനിക്ക്. അങ്ങനെയാണ് ഞാൻ സൈമണെ കാണാൻ പോകുന്നത്. സൈമൺ ശരിക്ക് കണ്ടാലൊരു സ്ത്രീനെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ സൈമണെ വെച്ചിട്ട് എനിക്കൊരു നാടകം ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ സൈമൺ ശരിക്ക് എൻ്റെ ഭാര്യനെക്കാട്ടും സൗന്ദര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ സൈമണിൻ്റെ കൂടെ പോയി, സൈമണിൻ്റെ വീട്ടിൽ പോയി സൈമണിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവം വക്കീൽ ഓഫീസിൽ നിന്നുള്ള നാടകമായിരുന്നു ആദ്യം അവിടെ ചെയ്തത്. അപ്പോൾ ദൈവം വക്കീൽ ഓഫീസിൽ സൈമൺ അങ്ങനെ നല്ല പേരുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഭാഗം തന്നെ സൈമണ് കൊടുക്കും. അങ്ങനെ എൻ്റെ ഭാര്യ അതിൽ പങ്കെടുത്തതിന് ശേഷം അന്നോട്ട് എൻ്റെ ഭാര്യ എല്ലാ നാടകത്തിലും എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്കൊരു
ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഒരു പുരുഷൻ എപ്പോഴും സ്ത്രീയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ അവനെ മാറ്റിയിട്ട് പുരുഷനിലേക്ക് തിരിച്ചു സ്ത്രീയെ തന്നെ സ്ത്രീയായിട്ട് പ്രദർശിച്ചു. അതൊരു നല്ല അനുഭവമായിരുന്നു എനിക്ക് അവിടെ. പിന്നെ താങ്കളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ താങ്കളുടെ തട്ടകം ആദ്യം നാടകരചന അല്ലെങ്കിൽ നാടക അഭിനയം, നാടക സംവിധാനം ഇതൊക്കെയാണെന്ന് കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും നാട്ടിലുണ്ടായ വല്ല സംഭവം അതിന് പ്രചോദനമായിട്ടുണ്ടോ ആ കുട്ടിക്കാലത്തെ? അത് കുട്ടിക്കാലത്ത് വളരെ എനിക്കൊരു 8-9 വയസ്സുള്ള സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ ഒരു നാടകം രൂപീകരിക്കാൻ വേണ്ടി എൻ്റെ ജ്യേഷ്ഠൻ ഒരു നാടകം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് റിഹേഴ്സൽ നടക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വന്ന് കാണാറുണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടുന്ന് ഈ നാടകം അഭിനയിക്കാൻ വേണ്ടി ഇവിടുന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഒരു നാരായണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ദിവസേന നാടകത്തിൻ്റെ റിഹേഴ്സൽ. ആ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ കൂടെ പോയി രാത്രിയൊക്കെ റിഹേഴ്സൽ ഇങ്ങനെ കാണും. ഭാഗ്യത്തിന് ആ നാടകം നടന്നില്ല. ആ നാടകം നടക്കാതിരിക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ തന്നെ എന്നെ കളിയാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നാടകം നടന്നില്ല. പിന്നെ ഒരു 1.5 മാസത്തോളം ഒരു നടി എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും നാട്ടുകാരൊക്കെ തന്നെ ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്തൊരു സന്ദർഭം വന്ന സമയത്താണ് എനിക്ക് നാടകം നമുക്കൊരു നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ദിശാബോധം വന്നു തന്നെ ആ സമയത്തായിരുന്നു. പിന്നെ അത് വെച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുതായതിനു ശേഷം ഞാൻ സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് പോലെ തന്നെ തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് വളരെ ഒരു അമേച്ചർ നാടക ട്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ സ്റ്റാൻഡേർഡോടുകൂടി ആ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ കൽപ്പന തിയേറ്റേഴ്സ് ഇത്ര വർഷമായിട്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ വാർഷികാഘോഷ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് 3-4 ദിവസമുള്ള ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കാറുള്ളത്. അത് ഞാൻ എപ്പോഴും അത് മോണിറ്റർ ചെയ്യാറുണ്ട്. അത് നല്ലൊരു സംഘടനയെ മാറി വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. പിന്നെ താങ്കളൊരു നാടകം സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ താങ്കളൊരു എഞ്ചിനീയർ ആയ സ്ഥിതിക്ക് താങ്കൾക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് വളരെ നല്ല വിവരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പറയണ കേട്ടിട്ടുണ്ട് താങ്കൾ അതൊക്കെ വരച്ച് വെച്ച് ആദ്യം തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്ത ശേഷം മാത്രമേ അത് വേദിയിലേക്ക് എടുക്കാറുള്ളൂ. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയൂ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് സാധിക്കുന്നതെന്ന് പറയാം, ഞാൻ വലിയ നാടക പ്രവർത്തകരായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഞാനിപ്പം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്തിക്കണം, ഏതൊക്കെ സംഗതികൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്, അതേപോലെ തന്നെ നാടകത്തിനെപ്പറ്റി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങൾ എവിടുന്ന് എങ്ങനെ നടന്നു വരണം എന്നൊക്കെയുള്ള ഞാൻ പ്ലാൻ ചെയ്ത് വരച്ചുണ്ടാക്കി അത് ഏത് സ്ഥലത്ത് റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാലും തീരുന്നവരെ ആ റിഹേഴ്സൽ അങ്ങനത്തെ മാത്രമേ നടക്കൂ. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തോടു കൂടിയാണ് ഞാൻ പല നാടകം ചെയ്യുന്ന സമയത്തും ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പിന്നെ കൃത്യസമയത്ത് എല്ലാവരും ഹാജരാകുന്നതും സംവിധാനം ചെയ്യേണ്ട ഒരു പുതിയ രീതിയിലുള്ള ഒരു വളരെ ചുരുങ്ങിയ സമയത്ത് ഞാനൊരു 10 നടന്മാർ അഭിനയിക്കേണ്ട നാടകത്തിൽ 10 പേരെയും ഒരുമിച്ച് ബുദ്ധിമുട്ടിക്കാതെ ഓരോ സ്ഥലത്ത് ഓരോ വീട്ടിൽ പോയിട്ടടക്കം അത് തനിയെ ചെയ്ത് അവരെല്ലാം കൂടി ലാസ്റ്റ് സിങ്ക്രണൈസ് ചെയ്യുന്ന തരത്തിലൊക്കെ അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു നാടകം താങ്കൾ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു നാടകം ഞാൻ തന്നെ ചെയ്തത് സൂ സ്റ്റോറി എന്ന് പറയുന്ന എഡ്വേർഡ് ആൽബിയുടെ ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ 2 കഥാപാത്രങ്ങളായിരുന്നു ഉള്ളത്. ആ കഥാപാത്രത്തിൽ ഒന്ന് ഞാൻ മദ്രാസിൽ നിന്ന് റിഹേഴ്സൽ ഞാൻ തനിയെ അതിൻ്റെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ കോഴിക്കോട് നിന്ന് അതിൻ്റെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടും പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിച്ചതിന് ശേഷം 2 പേരും ഡയലോഗ് ബൈഹാർട്ടാക്കിയതിന് ശേഷം സിങ്ക്രണൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പശ്ചാത്തല സംഗീതം ഇവിടെ കോഴിക്കോട് കളിക്കേണ്ട സ്റ്റേജിൻ്റെ അളവ് ഞാൻ എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓരോരോ മൂവ്മെൻറ്റും സ്റ്റോപ്പ് വാച്ച് കൊണ്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം നിർത്തിവെച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ് കംപ്ലീറ്റ് ഞാൻ മദ്രാസിന് റെക്കോർഡ് ചെയ്തതിന് ശേഷം കോഴിക്കോട് വന്ന് ഒറ്റ ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അധികവും നമ്മൾ നല്ല പ്ലാനിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ നാടകത്തിന്റെ ഈ സ്റ്റേജ് ക്രാഫ്റ്റിന്റെ ഇതിനൊക്കെ താങ്കളുടെ ചിത്രം വര വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. ചിത്രം വര എന്ന് പറയുന്നത് താങ്കളുടെ ഒരു തട്ടകം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു തട്ടകം തന്നെ പറയാം അല്ലേ? എങ്ങനെയായിരുന്നു ചിത്രം വരയ്ക്കാൻ? താങ്കൾ എവിടെയാണ് ചിത്രം വര അഭ്യസിച്ചത്? എങ്ങനെയാണ് ചിത്രം വര എന്നുള്ളത്? വളരെ ചെറുപ്പത്തോടെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ നല്ല വരക്കുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം വരക്കുന്ന എല്ലാ ചിത്രങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ നോക്കി പഠിച്ചത്. കൂടാതെ എൻ്റെ ജ്യേഷ്ഠൻ തന്നെ നല്ലൊരു ചിത്രകല അഭ്യസിച്ചതിന് അദ്ദേഹത്തിന് വളരെ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പലതും നോക്കി പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വളരെ ചെറുപ്പത്തിലേ വരച്ച പല സംഗതികളും ഞാൻ വളരെ കാര്യമായി നല്ല വരക്കാറുണ്ടായിരുന്നു. ആ വരച്ചതിന് ശേഷം പിന്നെ
ഞാൻ ചലച്ചിത്ര വിദ്യാലയത്തിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. ശരി. അതൊക്കെ എനിക്ക് പക്ഷേ ആ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചതിനെക്കാട്ടും കൂടുതൽ ഞാൻ പണ്ട് തന്നെ സ്വന്തമായിട്ട് പഠിച്ചു എന്നടക്കം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ശരി. പക്ഷെ അതെല്ലാം വളരെ നല്ല തന്നെ. ഏത് സ്ഥലത്തും ഒരു ബേസ് കിട്ടാൻ വേണ്ടി നമ്മൾ എവിടുന്ന് എന്ത് കാര്യം പഠിച്ചാലും എത്ര അറിഞ്ഞാലും അതൊക്കെ പഠിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് വളരെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ ആസ്വദിക്കുന്നത് തന്നെ അതേപോലെ. താങ്കളുടെ ഈ പുസ്തകത്തിലുള്ള ഓരോ അനുഭവം വളരെ തീവ്രമായിട്ടുള്ള അനുഭവമാണ്, പക്ഷെ വളരെ നർമ്മരസത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഓരോന്നിനും സപ്പോർട്ട് ചെയ്യുന്നത് താങ്കളുടെ കാർട്ടൂൺസ് ചിത്രങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് താങ്കൾ അതൊക്കെ? അതല്ല, അത് ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് തന്നെ അതിൽ 18 ചിത്രങ്ങൾ ഞാൻ വരച്ചത് തന്നെയുണ്ട്. അത് 18 ചിത്രം വരച്ചത് നമ്മളൊരു കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു രൂപം നമുക്ക് മനസ്സിൽ രൂപപ്പെടുമല്ലോ. ചില സമയത്ത് രൂപപ്പെടുന്ന വായനക്കാർ ഓരോരോ ആൾക്കും ഓരോ തരത്തിലായിരിക്കും അതിൻ്റെ രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുന്നതിൽ മാറി ചിന്തിക്കണ്ടെന്ന് വിചാരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അതിൽ 50 എപ്പിസോഡിലെ അതിൽ പുസ്തകത്തിൽ ഞാൻ 18 ചിത്രമേ വരച്ചിട്ടുള്ളൂ. ആ 18 ചിത്രം വരയ്ക്കാനുള്ള കാരണം വളരെ രസകരമായിട്ടൊരു ചിത്രം ഉണ്ട് അവിടെ, നാരായണിയെ ചുമക്കണ നാട്ടുകാര് നാടകത്തിന് വേണ്ടി. അപ്പൊ അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അന്ന് നാടക പ്രവർത്തനം അല്ലേ നാട്ടില്. നാടകത്ത് അന്നത്തെ ഇത് ഈ പുസ്തകം വായിച്ച പലരും പറഞ്ഞുകൊണ്ടിരുന്ന ആ നാരായണിയുടെ കാര്യം തന്നെയായിരുന്നു. അത് അങ്ങനെ നാട്ടുകാരൊക്കെ നടന്നു പോയി അതിന്റെ പിന്നാലെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ. അന്ന് ആ കാലത്തൊന്നും ഒരു നടി ഒരു വീട്ടിൽ താമസിക്കുക അല്ലെ നടി ഒരു സ്ഥലത്ത് റിഹേഴ്സലിന് വരിക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ സമയത്തൊക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു 60കളുടെ കാലമാണ് അതെല്ലാം ആ സമയത്തുള്ള ഒരു കാര്യം അങ്ങനെ. അപ്പം അത് ഇപ്പം നാരായണീനെ റിഹേഴ്സലിന് പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടെ പോയി എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് പലരും പലതരത്തിൽ അത് മനസ്സിൽ കാണുമായിരിക്കും. ഇങ്ങനെയായിരുന്നു നാരായണി പോയത്, പിന്നാലെ ഇങ്ങനെയായിരുന്നു ആളുണ്ടായിരുന്നു. അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് വരച്ചത്. അപ്പൊ അക്ഷരങ്ങളും വരകളും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് താങ്കൾ ഒരു പുതിയ ചിത്രമെഴുത്ത് സങ്കേതം താങ്കൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് ഈ അക്ഷരവര? അക്ഷരവര എന്ന് ഉള്ള പേര് തന്നെ നമ്മൾ പത്രങ്ങളിലൊക്കെ തന്നെ എൻ്റെ വര കണ്ടതിന് ശേഷം അവർ കൊടുത്താണ് അക്ഷരവര എന്നുള്ളൊരു പേര് ഞാൻ അതിൽ കാണുന്നത്. 1998 ഞാൻ മദ്രാസിലുള്ള സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു സമാജത്തിൽ 24 മണിക്കൂറും സമാജത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു തലശ്ശേരി രാഘവൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുന്നൊരു ചടങ്ങിലാണ് എനിക്ക് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ഐഡിയ തോന്നിയത്. ഇത്രയധികം ഒരു സമാജം അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പടം, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഈ സമാജത്തിൻ്റെ പേര് കൊണ്ട് വരക്കാം എന്ന് അന്ന് എനിക്ക് തോന്നിയത് 1998. അന്ന് അദ്ദേഹത്തിന് തലശ്ശേരി രാഘവനെ ഞാൻ മദ്രാസ് കേരള സമാജം എന്നുള്ള അക്ഷരം കൊണ്ട് മാത്രം വരച്ചിട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അതാണ് മദ്രാശി കേരള സമാജം എന്നുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തലശ്ശേരി രാഘവനെ വരച്ചിട്ട് അന്ന് അദ്ദേഹത്തിന് കൈമാറിയ സമയത്ത് അന്ന് ആരും അത് അക്ഷരം കൊണ്ടാണ് വരച്ചതെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു. അന്ന് അയാളെ വരച്ചെന്നുള്ള രീതിയിൽ അത് എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം പിന്നെ അത് ക്ലോസപ്പിൽ നോക്കുന്ന സമയത്താണ് അക്ഷരം കൊണ്ടാണ് വരച്ചതെന്നെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ അതിന് അത്രത്തോളം തീവ്രമായിട്ട് ആരും അതിനെപ്പറ്റി മനസ്സിലാക്കിയില്ലായിരുന്നു. ഞാനത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൂടുതൽ അതുപോലത്തെ ഒന്നും വരച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് 2009 ഞാനിവിടെ കോഴിക്കോട് സൃഷ്ടി ആർട്ട് ഗാലറിയിൽ എനിക്ക് തോന്നി പല വർഷം ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ 10-35 വർഷം ജോലി ചെയ്തതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി അത്രത്തോളം രാവും പകലും കഷ്ടപ്പെട്ട ആളെ, അവർക്ക് എങ്ങനെയായിരിക്കും ഫീലിംഗ് ഉണ്ടാവുക ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കി. അങ്ങനെ ഞാൻ കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓൾ ഇന്ത്യ റേഡിയോ, BSNL, അതുപോലത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ, നല്ല ഉയർന്ന പോസ്റ്റിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേര് കൊണ്ട് വരച്ച് ഇവിടെ സൃഷ്ടി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ച് അന്ന് പലരും അതിനെപ്പറ്റി പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് പേരാൻ തോന്നില്ല. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ ഞാൻ വരച്ചത് ഇൻകം ടാക്സ് എന്നുള്ള അക്ഷരം കൊണ്ട് മാത്രമാണ്. കൈകൊണ്ടിരുന്ന് എഴുതിയിട്ട് വരക്കുന്നതാണ്. അതിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സിൽ എന്നുള്ള ഐ എന്നുള്ള അക്ഷരം അത് വരുന്ന സമയത്തൊക്കെ തന്നെ അത് മുടീൻ്റെ അറ്റത്തായിരിക്കണം, അല്ലെങ്കിൽ അത് മുടി പോലെ തോന്നില്ല. ഒരുപാട് ആലോചിച്ച് വരക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ 7 ചിത്രം, ഒരു മഴവിലിൻ്റെ 7 കളർ പോലെ ഭാവനെ കണ്ടുകൊണ്ടാണ് വരച്ചത്. അങ്ങനത്തെ 7 പേരുടെ ചിത്രം അങ്ങനെ വരച്ചിരുന്നു. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ചുകൂടി ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നിയതാണ് ഈ മുഹമ്മദ് റാഫിയുടെ 125 പാട്ട് കൊണ്ട് വരച്ചത്. മുഹമ്മദ് റാഫിയുടെ 125 പാട്ട് കൊണ്ട് വരച്ച് ഇവിടെ കോഴിക്കോട് ടാഗോർ സെൻറ്ററി ഹാളിൽ ഡോക്ടർ MK മുനീർ അത് ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ചിത്രം.
ആ ചിത്രം അത് കഴിഞ്ഞ് അത് വളരെ പോപ്പുലറായി കഴിഞ്ഞതിന് ശേഷം ഇന്നത് മുഹമ്മദ് റാഫിയുടെ മകൻ്റെ കയ്യിൽ ബോംബെയിൽ എത്തിക്കഴിഞ്ഞത്. അത് അവിടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അതിനെപ്പറ്റി വളരെ മുഹമ്മദ് റാഫിയുടെ വെബ്സൈറ്റിൽ തന്നെ ആ ചിത്രമുണ്ട്. അത് കഴിഞ്ഞപ്പം കുറച്ചുകൂടി അതിനെപ്പറ്റി ഡിമാൻഡ് വന്നപ്പോൾ ഞാൻ മുഹമ്മദ് റാഫിയുടെ വേറൊരു പടം 125 പാട്ട് കൊണ്ട് തന്നെ വരച്ച് അത് ബോംബെയിൽ ഒരു ഗോൾഡൻ ഗ്രേറ്റ്സ് എന്ന് പറയുന്നൊരു ഓഫീസിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. അത് പലരും അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ആ ലെൻസ് കൊണ്ട് ഇത് വലുതാക്കി കണ്ടാൽ മാത്രമാണ് ആ പാട്ടുകൾ അക്ഷരങ്ങൾ കാണാം. അദ്ദേഹം പാടിയ 125 പാട്ടാണ്. വലിയൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവരിന്ന് ബോംബെയിൽ നിന്ന് തന്നെ എനിക്കൊരു റിക്വസ്റ്റ് വന്നത് ഇതേപോലെ തന്നെ 125 പാട്ടുകൊണ്ട് കിഷോർ കുമാറിന് എന്തുകൊണ്ട് വരച്ചുകൂടാ. അങ്ങനെ ഞാൻ കിഷോർ കുമാറിനെ വരച്ച് അതും കോഴിക്കോട് ടാഗോർ സെമിനറി ഹാളിൽ ഒരു ഫംഗ്ഷനായി വെച്ച് എല്ലാവരും കണ്ടതിന് ശേഷം ഈ പടവും അവിടെ ബോംബെയിൽ ഗോൾഡൻ ഗേറ്റ്സ് എന്ന് പറയുന്നത് ഈ പാട്ട് പണ്ട് കാലത്തെ എല്ലാ പാട്ടുകളും പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി മോർ ദാൻ 1000 സ്റ്റേജിൽ ത്രൂ ഔട്ട് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ചെയ്തൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഓണർ എന്നെ അവിടുന്ന് ബോംബെയിൽ എത്തിയതിന് ശേഷം വളരെ ആദരിക്കലും വലിയ ചടങ്ങൊക്കെ നടത്തിയിരുന്നു അവിടെ. അങ്ങനെ ആ 2 പടങ്ങൾ അവിടെയാണുള്ളത്. അത് ഗായകരുടെ കൂട്ടത്തിൽ യേശുദാസിന്റെ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടുകാരൊക്കെ എന്നെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾ ഈ മുഹമ്മദ് റഫി, കിഷോർ കുമാറിനൊക്കെ വരച്ചിട്ട് കേരളത്തിലുള്ള ആരെയും വരച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അവനെ വരക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, കേരളത്തിൽ വരക്കുന്നതിന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ്റെ യേശുദാസിൻ്റെ പടം 140 പാട്ട് കൊണ്ട് വരച്ചു. 140 പാട്ട് കൊണ്ട് വരച്ചതിന് ശേഷം അതും ഇതേപോലെ ടാഗോർ സെമിനറി ഹാളിൽ റിലീസ് ചെയ്തതിന് ശേഷം അത് ഞങ്ങൾ ദാസേട്ടന് കൊടുക്കാൻ വേണ്ടി ചെമ്പൈ വൈദ്യനാഥൻ ഭാഗവതരുടെ വീട്ടിൽ പോയി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. അതും അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ മോർ ദാൻ 2000-ലധികം ആൾക്കാർ ഇതുവരെ കണ്ടു കഴിഞ്ഞത് അതവിടെ ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് മദ്രാസിൽ നിന്ന് എന്നെ ഒരാൾ അപ്രോച്ച് ചെയ്തിട്ട് ദക്ഷിണ എന്ന് പറയുന്നൊരു സംഘടന, ആ സംഘടന വന്ന് ദക്ഷിണാമൂർത്തി സാർ സ്വാമീനെ വരക്കണം എന്ന് പറഞ്ഞ് അവരുടെ ദക്ഷിണ എന്നുള്ള ഒരു സംഘടനയാണ് എന്നെ വന്ന് സമീപിച്ചത്. ഇത് ഇങ്ങനെ വരക്കണം എന്ന് പറഞ്ഞിട്ട് അതിലപ്പോൾ ദക്ഷിണാമൂർത്തികളൊരു ദക്ഷിണ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 101 പാട്ട് കൊണ്ടാണ് 101 രൂപയാണ് നമ്മൾ ദക്ഷിണയൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ 101 പാട്ട് കൊണ്ട് ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച 101 പാട്ട്, ആ 101 പാട്ട് കൊണ്ട് ദക്ഷിണാമൂർത്തിനെ വരച്ച് അത് കെ സേതുമാധവനായിരുന്നു അത് റിലീസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ എത്ര തന്നെ സമയമെടുക്കും? സമയത്തിൻ്റെത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ആരെ വരക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം യേശുദാസിന് ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. യേശുദാസിനെ വരക്കുന്ന സമയത്ത് യേശുദാസ് പാടിയ പാട്ടുകളൊക്കെ തന്നെ നമുക്കൊരു ആദ്യം സോർട്ട് ഔട്ട് ചെയ്യണം. ആ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആൽഫബറ്റിക് ഓർഡറിൽ അതിനെ റീടൈപ്പ് ചെയ്തിട്ട് അതിനെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ABCD എന്നുള്ള ലൈൻ ആയിട്ട് വരും. അത് എന്തിനാണ് സോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാട്ട് റിപ്പീറ്റേഷൻ വന്നെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ അല്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പാട്ട് പിന്നെയും വരും. അത് വരാതിരിക്കാൻ വേണ്ടി ആൽഫബറ്റിക് ഓർഡർ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പാട്ടിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ചില പാട്ടിൻ്റെ തുടക്കം മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാവില്ല. ഇപ്പം ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്നുള്ള വരി ഫുള്ളായിട്ട് എഴുതാതെ ചില സമയത്ത് ചക്രവർത്തിനി എന്ന് മാത്രം എഴുതിയാൽ മനസ്സിലാകുന്ന ചില പാട്ടുണ്ടാകും, ചില പാട്ട് അങ്ങനെ മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഒരു ലെങ്ത് വരെ നമുക്കതിനെ മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റണം. അതിന് അങ്ങനെ മാറ്റി ഇതൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ടൈമിൽ പെട്ടതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഓരോരോ പാട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് ഉൾക്കൊള്ളിക്കണമെന്നാണ്. അപ്പോൾ ഞാനൊരു സിവിൽ എഞ്ചിനീയറും കൂടി ആയതുകൊണ്ട് എനിക്ക് നീളം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ചെവിയുടെ തുടക്കത്തിൽ ചെവിയുടെ അറ്റം വരെ വരുന്ന സമയത്ത് അതിന് ഇന്നേ പാട്ട് കൊണ്ട് അതാഴ്ച ആ പാട്ട് അവിടെ ചെയ്ത് തീരുന്ന സമയത്ത് ആ പാട്ടിന് നമുക്ക് ഒറിജിനൽ ലീഷന്ന് കട്ട് ചെയ്യണം, അതിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരോ ഇതും. അപ്പോൾ ദാസേട്ടൻ്റെ കഴുത്തിലുള്ള ചെയിനൊക്കെ വരക്കാൻ വേണ്ടി അദ്ദേഹം ഏത് ഷേപ്പുള്ള ചെയിനാണെന്ന് അറിയണം. അതിനുവേണ്ടി അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ അദ്ദേഹം ഷർട്ട് ഇടാതെ നിന്ന ഫോട്ടോ ഒക്കെ ബ്ലോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ച് ചെയ്ത് ഡീറ്റെയിലുള്ള ചെയ്യാനൊക്കെ അങ്ങനെ ഒരുപാട് വർക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അതൊക്കെ ചിത്രം വരയ്ക്കണമെങ്കിൽ താങ്കളുടെ എല്ലാ കഴിവുകളും അതിൽ ഉപയോഗിക്കും. ഞാൻ ഇവിടുത്തെ സമുദ്ര രാജാവിനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്റിനേറിയൻ ഐക്കൺ ഓഫ് കമ്മ്യൂണൽ എമിറ്റി എന്നുള്ള വാക്കുകൊണ്ട് വരച്ചിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. സമുദ്ര രാജാവിന് ഉപയോഗിക്കുന്ന ഷർട്ടിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അതിന് വളരെ നേരിയ ലൈൻ മാത്രമുള്ള ഷർട്ടാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതിലും ഡാർക്ക്നെസ്സുള്ള ഒരു ഷർട്ട് ഇടില്ല എന്നുള്ളത്. അപ്പോൾ ആ രാജാവിനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ കട്ടിയുള്ളൊരു ബോൾഡ് ലൈൻ കൊടുത്താൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അതിന് ശരിക്കും വെറുതെ എന്തെങ്കിലും വരച്ചൊന്നും കൊടുത്താൽ വിഷയത്തിനെ നല്ലോണം പഠിച്ചിട്ട് അത് ശരിക്കും പഠിക്കണം. മാത്രമല്ല നമ്മൾ സാധാരണ ഒരു രാജാവിന് കൊടുക്കുന്ന സാധനം എന്തെങ്കിലും വരച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രാജാവിനെ വരക്കുന്നത് രാജാവിൻ്റെ ഷർട്ട് എങ്ങനെയായിരുന്നു, ഷർട്ടിൻ്റെ ഏത് ഡിസൈനായിരുന്നു, ആ ഡിസൈൻ എത്രത്തോളം ഡെപ്ത് വേണം ആ ലൈന്, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് വരയ്ക്കുള്ളൂ. അതിൻ്റെ
അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുഖത്ത് ചില കറുപ്പ് കലകളൊക്കെ ഉണ്ട്. ആ കലകളൊക്കെ തന്നെ അത് എത്ര ഡെപ്തിൽ വരച്ചാലാണ് ആ കലയായിട്ട് തോന്നുന്നത്. അത് രാജാവിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മേഘാലയിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ അത് കാണാൻ വരുന്ന ആൾക്കാരുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോഴും. താങ്കൾ ഇത് മാത്രമല്ല, ചിത്രം അല്ലെങ്കിൽ അക്ഷരവര മാത്രമല്ല, താങ്കൾ നല്ലൊരു ഗായകനും കൂടിയാണ്. ഒരുപാട് വേദികളിൽ താങ്കൾ ഗാനമേളകൾ നടത്തിയിട്ടുണ്ട് അല്ലേ? താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരി ഞങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാൻ പറ്റും? അത് പാടാം. सुहानी रात ढल चुकी, ना जाने तुम कब आओगे। सुहानी रात ढल चुकी, ना जाने तुम कब आओगे। जहाँ की रुत बदल चुकी, जाने तुम कब आओगे। नजारे अपनी मस्तियाँ दिखा दिखा के सो गए। सितारे ना जाने तुम कब आओगे। तड़प रहे हैं हम यहाँ, तड़प रहे हम यहाँ तुम्हारे इंतजार में, तुम्हारे इंतजार किसा करन आ चला है मौसम बहार में। किसा करन चला है मौसम बहार में, मौसम बहार में। हवा भी रुख बदल चुकी, ना जाने तुम कब आओगे। सुहानी रात ढल चुकी, ना जाने तुम कब आओगे। जहाँ की रुत बदल चुकी, ना जाने तुम कब आओगे। सुहानी रात ढल चुकी, ना जाने